ഇന്ന് സാധാരണക്കാരായ ഗൾഫ് പ്രവാസികൾ അധികമൊന്നും കേൾക്കാതെയും കാണാതെയും പോയ ഒരു പരിപാടിയെക്കുറിച്ച് പറയാം. എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ പ്രവാസികൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ബിസിനസ്സുകാർ തീർത്തും അറിഞ്ഞിരിക്കേണ്ട, പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ് എയിം അഥവാ AIM കോൺഗ്രസ്. ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് കോൺഗ്രസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതേക്കുറിച്ച് ഒരു ഇൻവെസ്റ്ററൊന്നും അല്ലാത്ത എനിക്കും ഇവിടെ വരുന്നവരെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അറിഞ്ഞപ്പോൾ അത് പരിചയപ്പെടുത്തിയാൽ പലർക്കും ഉപയോഗപ്രദമാകും എന്ന് തോന്നി. അതുകൊണ്ട് വരൂ എയിം കോൺഗ്രസിലേക്ക്. എയിം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എല്ലാ സംരംഭകരും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പരിപാടിയാണ്. കാരണം ബിസിനസ് രംഗത്ത് ആവശ്യമായ പ്രൊമോഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് സാമ്പത്തിക ഉൽപാദനക്ഷമതയ്ക്കും വികസനത്തിനുമുള്ള അവസരങ്ങൾ സുഗമമാക്കി ലോക സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമായ ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനയാണ് AIM ഗ്ലോബൽ ഫൗണ്ടേഷൻ. നിക്ഷേപ അവസരങ്ങളൊരുക്കിയും രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിച്ചും സാമ്പത്തിക വളർച്ചയിൽ സ്വാധീനം ചെലുത്തിയ ആഗോള പരീക്ഷണങ്ങളെ പരിചയപ്പെടുത്തിയും ബിസിനസ് രംഗത്ത് ക്രിയാത്മകമായൊരു പരിവർത്തനത്തിന് പ്രേരണയേകുന്ന പരിപാടി. ലോകാരോഗ്യ സംഘടന, മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഇക്കണോമി, മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് അബുദാബിയിലെ അഡ്നോക് സെന്ററിൽ 14ാമത് എയിം കോൺഗ്രസ് നടന്നത്. ഇതിൽ പങ്കെടുത്തവരും സാധാരണക്കാരല്ല. കോർപ്പറേറ്റ് കമ്പനി വക്താക്കൾ, ബിസിനസ്സുകാർ, പ്രാദേശിക അന്തർദേശീയ നിക്ഷേപകർ, സംരംഭകർ, പ്രമുഖ അക്കാഡമിക് വിദഗ്ധർ തുടങ്ങിയവർ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ 1980 അബുദാബി ഡിഫൻസ് ഹോസ്പിറ്റലിൽ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു. 40 വർഷത്തോളം അവിടെ സേവനം അനുഷ്ഠിച്ചതാണ്. അവിടുത്തെ ക്ലിനിക്കൽ ഫാർമസി ഹെഡായിട്ടാണ് ഞാൻ അവിടെ നിന്ന് പിരിയുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ സേഫ്റ്റി ഫസ്റ്റ് മെഡിക്കൽ സർവീസ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഡയറക്ടറാണ്. ഞങ്ങളുടെ മെയിൻ ഫോക്കൽ ഏരിയ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനുണ്ട്. ഞങ്ങളുടെ സയൻറ്റിഫിക് ഓഫീസിൽ കൂടി സെക്കൻഡറി പാക്കിംഗ് ഉണ്ട്, ബാച്ച് റിലീസിംഗ് ഉണ്ട്, ഞങ്ങൾ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സർജിക്കൽ ഡിവിഷനുണ്ട്. ആ രീതിയിൽ എല്ലാ രീതിയിലും ഫാർമസ്യൂട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഡിസ്ട്രിബ്യൂഷൻ മുതൽ രജിസ്ട്രേഷൻ വരെയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സേഫ്റ്റി ഫസ്റ്റ് മെഡിക്കൽ സർവീസ്. ആരോഗ്യ പരിരക്ഷാ ഉപകരണ നിർമ്മാണ മേഖലയിൽ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ സ്ഥാപനമായ സേഫ് കെയറും ഇതിൽ പങ്കാളികളായിരുന്നു. മലയാളിയായ ഉമർ ബിൻ അലിയാണ് ഇതിന്റെ ഉടമ. ഫാർമസി രംഗത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖരായ ലൈഫ് ഫാർമസി വക്താക്കളെയും അവിടെ കാണാനായി. നമ്മുടെ ലൈഫ് ഗ്രൂപ്പിന്റെ CEO ആണ്. അപ്പോൾ മിസ്റ്റർ കിഷോർ നാസറിൻ്റെ റൈറ്റ് ഹാൻഡാണ്. സോ യു ഗെറ്റ് ഹിസ് ഡീറ്റെയിൽസ്. അപ്പോൾ പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചിട്ട്. നമസ്കാരം സർ. നമസ്കാരം. സേഫ് കെയറിൻ്റെ കൗണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സേഫ് കെയറിൻ്റെ എനിക്ക് തോന്നുന്നു UAE ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ സാറാണെന്ന് തോന്നുന്നില്ലേ? സാറിൻ്റെ കമ്പനി ലൈഫ് കെയർ. നമ്മൾ ലൈഫ് ഫാർമസി 500 റീറ്റെയിൽ ഫാർമസീസ് ഉണ്ട്. 530 ഇപ്പോൾ ഉള്ളത്. സോ വി ആർ ഗെറ്റിംഗ് അസോസിയേറ്റഡ്. തീർച്ചയായിട്ടും നമ്മൾ UAE ചെന്നാലും ആ വലിയ ബോർഡ് കാണാത്ത സ്ഥലമില്ല. നമ്മളൊക്കെ അതിന് സ്ഥിരം കസ്റ്റമർ കാണും. താങ്ക് യു. സോ ഉമർ സാർ നമ്മുടെ ചെയർമാൻ അറിയാം, കുറേ നാളായിട്ട് അറിയാം. സോ അവിടെ കൂടെ ഒരു ബിസിനസ് പിന്നെ പാർട്ട്ണർഷിപ്പ് ചെയ്യണം. സോ അവിടെ കൺസ്യൂമബിൾസ് പിന്നെ പുതിയ ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് തുടങ്ങി. അലോങ് വിത്ത് ദാറ്റ് നമ്മളൊരു നാഷണൽ ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രയോറിറ്റി. സോ വി ആർ ട്രൈങ് ടു അസോസിയേറ്റ് വിത്ത് മോർ നമ്പർ ഓഫ് നാഷണൽ ബ്രാൻഡ്സ്. അപ്പോൾ നമ്മുടെ റീറ്റെയിൽ ഫാർമസീസ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരുടെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ട്രൈ കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊമോട്ട് എ ലോട്ട് ഓഫ് നാഷണൽ ബ്രാൻഡ്സ് വിച്ച് വിൽ ഹെൽപ്പ് ദ കൺട്രി ആൻഡ് ദ ലോക്കൽ മാനുഫാക്ചറേഴ്സ്. സോ ദാറ്റ്സ് അവർ കറണ്ട് പ്രയോറിറ്റി ആൻഡ് ഫോർ ദാറ്റ് ഓൺലി വി ആർ ട്രൈങ് ടു ഹാവ് മീറ്റിംഗ്സ് ആൻഡ് ഡിസ്കഷൻസ്. നാളെ ഇന്ന് തന്നെ ശാക്തീകരിക്കുക, വെല്ലുവിളികളെ അതിജീവിക്കുക, പുതിയ ആഗോള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതാണ് എയിം കോൺഗ്രസിന്റെ ലക്ഷ്യം. ഏതൊരു സംരംഭകനും ഏറെ തുറന്ന അവസരങ്ങൾ ഒരുക്കുന്ന പരിപാടി. മലയാളികളായ അധികം സംരംഭകരെയൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ഒന്നും ശ്രദ്ധ ഏറെ പ്രിയാത്ത ഒരു പരിപാടിയാണിത്. എന്നാൽ ഏറെ പ്രാധാന്യമറിയിക്കുന്ന പരിപാടിയും. ഇത്തവണത്തെ അവസരം ഏതായാലും കഴിഞ്ഞു. അടുത്ത തവണയെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന അവസരം. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അബുദാബിയിൽ എയിം കോൺഗ്രസ് നടക്കുന്നത്.